അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് ഓടിച്ചേക്കാം കേട്ടോ. ഇപ്പോൾ ആണല്ലേ അത്യാവശ്യം നോയ്സൊക്കെയുള്ള എഞ്ചിനാണ്. ഭയങ്കര സൈലൻ്റ് ആണെന്ന് പറയുന്നില്ല, കാരണം അതൊരു 3 സിലിണ്ടറാണ്. അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനല്ല, പക്ഷേ വൈബ്രേഷൻസ് ഒന്നും അകത്തേക്ക് വരുന്നില്ല കേട്ടോ. വണ്ടി ഇപ്പോൾ ഒരു ഫുൾ RPM എടുത്താലും വണ്ടി വൈബ്രേഷൻസ് ഒന്നും വരുന്നില്ല. നോയ്സിയാണ്, എഞ്ചിൻ കുറച്ച് നോയ്സിയാണ്. പിന്നെ വേറെ പറഞ്ഞത് വെച്ചാൽ എഞ്ചിന് ഇനീഷ്യൽ പിക്കപ്പ് കുറച്ച് കുറവാണ്. ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ ഇനീഷ്യൽ പിക്കപ്പ് ഒരു പൊടിക്ക് കുറവാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആ ഇനീഷ്യൽ പിക്കപ്പിന് ആ ഏരിയ ഒന്ന് ആക്സിഡൻറ്റ് കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വളരെ പവർഫുള്ളായിട്ട് വണ്ടി എടുത്തു പോകും. മാത്രമല്ല ഇതിൻ്റെ ലോ എൻഡ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് മിഡ് എൻഡ് ആണ് ഇതിൻ്റെ എക്സൽ ചെയ്യുന്ന ഏരിയ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മിഡ് എൻഡ് ആണ്. പിന്നെ ടോപ്പ് എൻഡും വലിയ കുഴപ്പമില്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ മിഡ് എൻഡ് ആണ്. വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് കയറി പോകുന്നുണ്ടോ. അത്യാവശ്യം വണ്ടിയുടെ എൻജിൻ ഇതിന് പറ്റിയൊരു എഞ്ചിൻ തന്നെയാണ്. ഇതിന് മോശമായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ആ ഇനീഷ്യൽ പിക്കപ്പിന് മാത്രമേ കുറച്ച് പ്രോബ്ലം ആയി തോന്നിയുള്ളൂ, ബാക്കിയൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗിൽ പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. സ്പീഡ് സെൻസിങ് സ്റ്റിയറിംഗ് വീലാണ്. അത് സ്പീഡ് കൂടുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. ഇത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് അത്ര വലിയ ഫീഡ്ബാക്ക് ഒന്നും കിട്ടുന്നില്ല. കുറച്ചൊരു അണ്ടർ സ്റ്റിയറിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സെൻസിറ്റിവിറ്റി കുറവാണ്. നമ്മൾ ഉണ്ടോ ഒരു ഡെഡ് ഏരിയ ഒക്കെ ഉണ്ട്, കുറച്ച് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഗിയേഴ്സ് പറഞ്ഞത് വളരെ കൃത്യതയുള്ള ഗിയേഴ്സാണ്. ഒരു നോച്ചിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. വളരെ കൃത്യമായിട്ട് ഗിയർ വീഴുന്നത്. ഗിയർ വീഴാത്ത പ്രശ്നമൊന്നും വന്നില്ല. ഭയങ്കര സ്മൂത്ത് ഷിഫ്റ്റിംഗ് ഗിയർ ബോക്സാണ്. പിന്നെ ക്ലച്ച് പറഞ്ഞത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ്. പിന്നെ ഇപ്പോൾ ഇത് കുറച്ച് കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ഹാർഡ്നെസ് വന്നിട്ടുണ്ട്. ബ്രേക്ക് തന്നെ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ബ്രേക്സാണ്. ബൈറ്റ് എന്ന് പറഞ്ഞത് ലീനിയർ അല്ല, ലാസ്റ്റ് എത്തുമ്പോഴാണ് ബ്രേക്കിന് ബൈറ്റ് കൂടുന്നത്. ഇതിൻ്റെ മൈലേജ് എന്നൊക്കെ പറയുമെങ്കിൽ ടൗൺ ഏറെ റേറ്റഡ് മൈലേജ് 19 ആണ്. 17 പൊതുവെ ഓണേഴ്സ് പറയുന്നത്. ഹൈവേയിൽ കിട്ടുന്ന മൈലേജ് സാധാ സിറ്റിയിലൊക്കെ 12 ആണ് ഓണേഴ്സ് പറയുന്നത്. ഒരു ആവറേജ് ആയിട്ട് നമുക്കൊരു 15 ഇതിൻ്റെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. നമുക്കിങ്ങനെ ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ, കാരണം വലിയൊരു ഗ്ലാസ് ഏരിയ ഫ്രണ്ടിൽ. ഇവിടെയും അത്യാവശ്യം വലിയ ഗ്ലാസ് തന്നെയുള്ളത്. ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ആവശ്യം തോന്നുന്നില്ല, കാരണം ഇത്രയും വലിയ ഗ്ലാസ് ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡയമെൻഷൻസ് ഒക്കെ ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ബേ ഒക്കെ വളരെ ചെറിയൊരു എഞ്ചിൻ ബേ ആണ്. അപ്പോൾ നമുക്ക് സിറ്റിയിലെ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത് വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിളാണ് വണ്ടി. ഈവൻ ഒരു 100 എടുത്തൊരു കേവ് എടുത്താലും വണ്ടി ഭയങ്കര സ്റ്റേബിളാണ്. വണ്ടിക്ക് അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നൊരു ഫീലിംഗ് ഒന്നുമില്ല. ഭയങ്കര റോട്ടിലങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നൊരു ഇതാണ്. ബോഡി വെയിറ്റ് കുറവാണെങ്കിലും ഇതിന് നല്ല വിടുത്തുള്ളൊരു വണ്ടിയാണ്. അത് കാരണം തന്നെ വണ്ടി സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈ സ്പീഡ് പോയാലും നല്ല അത്യാവശ്യം സ്റ്റേബിളാണ്. ഇത് ഓവർ ടോൾ ബോഡി ഡിസൈൻ ഒന്നുമില്ല. അതിൻ്റെ ഹൈറ്റൊക്കെ കുറഞ്ഞ ഹൈറ്റിൽ തന്നെയാണ് വണ്ടിയുള്ളത്. പിന്നെ വിടുത്തും അത്യാവശ്യം നല്ല വിടുത്തുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ വണ്ടി നല്ല സ്റ്റേബിളാണ്. അപ്പോൾ നമുക്കൊന്ന് ഒരു സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഹമ്പ് ഒന്ന് ചാടിച്ച് നോക്കാം. ഉണ്ടോ അത്യാവശ്യം സോഫ്റ്റ് സസ്പെൻഷൻ തന്നെയാണ്. ബാക്കിലിരിക്കുമ്പോൾ കുറച്ച് ബൗൺസി ആണെന്ന് പാസഞ്ചേഴ്സ് പറയുന്നുണ്ട്. ബാക്കി ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണ്. അത് ഹാർഡും അല്ല സ്മൂത്തും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിഡിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് കിടക്കുന്നത്. പിന്നെ ആക്സിലറേഷൻ കണ്ടില്ലേ, വണ്ടി ഭയങ്കര പവർഫുള്ളായിട്ട് കയറി പോകും. ആകെ ഒരു നോട്ട് ചെയ്യേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ, വണ്ടിയുടെ എഞ്ചിൻ നോയ്സ് കുറച്ച് അകത്തേക്ക് വരുന്നുണ്ട്. അത് മാത്രമേ ഒരു പോരായ്മ ഫീൽ ചെയ്തു. പിന്നെ AC ഒക്കെ നോക്കുമ്പോൾ വണ്ടി അത്യാവശ്യം പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട്. ഒരു 2 പൊസിഷനിൽ വെച്ചാൽ തന്നെ വണ്ടി അത്യാവശ്യം പെട്ടെന്ന് കൂളാവുന്നുണ്ട്. 4 ബ്ലോവേഴ്സാണ് വരുന്നത്. ബാക്കിൽ AC വെൻ്റ് ഇല്ല. സ്റ്റിൽ ഈ ഫ്രണ്ടിലത്തെ AC സഫീഷ്യൻ്റ് ആണ്. ബാക്കിലേക്കുള്ള കൂളിങ്ങിന് സഫീഷ്യൻ്റ് ആണ്. പിന്നെ എൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് ഒരു 4.5 മീറ്ററാണ് ടേണിംഗ് റേഡിയസ് വരുന്നത്. അപ്പോൾ അത് ഈ സെഗ്മെൻറ്റുള്ള വണ്ടിയിൽ ഏകദേശം ആ റേഞ്ച് തന്നെയാണ്. 4.5 മീറ്റേഴ്സ് തന്നെയാണ് ഈ എല്ലാ വണ്ടിക്കും വരുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3.5 മീറ്ററാണ്. ഏകദേശം 3.5 മീറ്റർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ് റൂമൊക്കെ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. ബാക്കിലുള്ള ആൾക്കാർക്കും അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഹൈറ്റുള്ള ആൾക്കാർക്കും ഫ്രണ്ടിൽ നല്ല ഏരിയ ഉണ്ട്. ഇവിടെ കാല് മുട്ടുന്ന പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് ഔട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. സീറ്റ് കണ്ടോ, ഏറ്റവും ഇനിയും ബാക്കിലേക്ക് മാറ്റാൻ പറ്റുന്ന സീറ്റാണ്. അത്ര നല്ല ഗ്യാപ്പ് ഉണ്ട് സീറ്റ്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. സീറ്റ് ഏറ്റവും ബാക്കിലിടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കിലെ ആൾക്കാർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അത്രയേ ഉള്ളൂ പോരായ്മ ഉള്ളൂ. ഈ സീറ്റിംഗ് കംഫർട്ട് മാത്രമേ ഇതിനൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം ഇതിന് ഓക്കെയാണ്. വേറൊരു കുഴപ്പം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ
വെയിറ്റ് വരുന്നത് അറൗണ്ട് 820 to 850 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. മാത്രമല്ല പിന്നെ ചെറിയ എഞ്ചിനായാലും കുഴപ്പമില്ല. BHP ടു ടൺ നോക്കുമ്പോൾ അത്യാവശ്യം 72 BHP അടുത്ത് വരുന്നുണ്ട്, BHP പെർ ടൺ നോക്കുമ്പോൾ. അപ്പോൾ അത് സഫീഷ്യൻ്റ് ആണ്. വണ്ടീനെ പുള്ള് ചെയ്യാൻ അത് വളരെ സഫീഷ്യൻ്റ് ആണ്. എഞ്ചിൻ പവറോ അല്ലെങ്കിൽ എഞ്ചിൻ ടോർക്ക് ഇല്ല എന്ന് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി ആരൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു അൾട്ടോ പോലത്തെ വണ്ടി വേണ്ട, കുറച്ചിട്ട് നല്ലൊരു വണ്ടി വീട്ടിലേക്ക് വേണം. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത് നോക്കാവുന്നേ ഉള്ളൂ. കാരണം നല്ല പവർഫുൾ എഞ്ചിനാണ്. പിന്നെ മൈലേജ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 16 നമുക്ക് ആവറേജ് എടുക്കാം. 17 ആണ് ഹൈവേയിൽ കിട്ടുന്നത്. ഒരു 12 to 13 ആണ് ഇതിൻ്റെ സിറ്റിയിൽ ഉള്ള മൈലേജ്. അപ്പോൾ ഒരു 16 ആവറേജ് നമുക്ക് മൈലേജ് വണ്ടി തരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്.